പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കറിയാം, വയലൻസും ടെററിസവുമൊക്കെ വന്നു ഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്നൊരു സംഗതിയാണ് ഭയം. നിങ്ങളിൽ ആരെങ്കിലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? ഈ നാളിൽ പ്രായഭേദമന്യേ കാണുന്ന ഒരു സ്ട്രെസ് ഡിസോർഡറാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പലപ്പോഴും അതിനകത്ത് വരുന്നത് ഫീലിംഗ് ഓഫ് ഫിയർ. ദൈവത്തിന് മാത്രമേ നമ്മെ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 10:17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പ്രൈസ് ഗോഡ്. ആർക്കും അപ്രതീക്ഷിതമായ ഒരു ട്രാജഡി, പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഒരു ട്രാജഡി ഫേസ് ചെയ്യാൻ ആരും പ്രിപ്പയർഡ് ആയിരിക്കത്തില്ല. ഈ ട്രോമാറ്റിക് ഇവൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഹെൽപ്ലെസ്നെസ്, ഫിയർ, ആങ്സൈറ്റി, അതിനുശേഷം അബാൻഡ്മെൻറ്റ്, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയെന്നൊരു തോന്നൽ, ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വരാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? PTSD എന്നാണ് അതിന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട് പറയുന്നത്. പ്രൈസ് ഗോഡ്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതിന് പാനിക്കായിട്ടുള്ള അറ്റാക്സ് വരും, നെർവസ്നെസ് വരും, ചെറിയൊരു ഒച്ച കേട്ടാൽ മതി ഭയങ്കര ഭയം വരും, ഇമോഷണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽറ്റി വരും. ദൈവത്തിൽ നിൻ്റെ ഭയമൊക്കെ റിയൽ തന്നെയാണ്. പക്ഷെങ്കിൽ എന്തിനാ നീ ഒറ്റയ്ക്ക് യു സിറ്റ് ഇൻ സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്, ഒറ്റയ്ക്കിരുന്ന് സൈലൻസിലിരുന്ന് ഇതൊക്കെ സഹിക്കുന്നത്? ഞങ്ങൾ നൈജീരിയയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു റൈറ്റ് നടന്നു. അത് എന്നെ വളരെ 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 ഒരു സ്ട്രെസ്സിലേക്ക്, ഡിപ്രഷനിലേക്ക് നയിച്ചു. ആ കാലഘട്ടത്തിൽ ഞാൻ വചനം വായിക്കുകയും പഠിക്കുകയും സ്നാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ആ ഒരു ഡിസോർഡർ എൻ്റെ ജീവിതത്തിൽ വന്നത് തീർച്ചയായിട്ടും എന്നെ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നതിനും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിനും ഒക്കെ ഇടയാക്കി. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു കംഫർട്ടും ഒരു സ്ട്രെങ്ത്തും ഒക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ലഭിക്കുന്നത് വചനത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഉറപ്പ് എന്നെ കേൾക്കുന്നവർക്ക് തരട്ടെ. ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവ പൈതലേ, നിൻ്റെ കരച്ചിലിൻ്റെ ഓരോ ശബ്ദവും, നിൻ്റെ ദീർഘശ്വാസവും ദൈവം കേൾക്കുന്നുണ്ട്. ഫിയർ എന്നുള്ള വേർഡുണ്ടല്ലോ, അതായത് ഫിയർഫുൾ, എഫ്രൈഡ്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെല്ലാം കൂടെ നോക്കുമ്പോൾ 400 പ്രാവശ്യം അത് ബൈബിളിൽ കാണാം, 385 വാക്യങ്ങളിലായിട്ട്. നാം ദൈവമക്കളായതിനാൽ ദൈവത്തിൻ്റെ സ്നേഹവും പ്രൊട്ടക്ഷനും നമുക്കവൻ തരുമെന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പോടെ അവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഡു നോട്ട് ബി എഫ്രെയ്ഡ്. ഇത് ഫ്രീക്വൻ്റായിട്ട് ത്രൂ ഔട്ട് ദ ബൈബിൾ റിപ്പീറ്റ് ചെയ്തിരിക്കുക. ബലം പ്രാപിക്കാൻ പറ്റത്തില്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ആശ്വസിപ്പിക്കുന്ന വചനത്തിൽ നിന്ന് നീ ബലം പ്രാപിച്ചെടുക്കുക കുഞ്ഞെ. ഓരോ ദിവസവും നിൻ്റെ മനസ്സിനെ നീ ഫീഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന ദൈവവചനം കൊണ്ട്. ആ വിശ്വാസം, ആ ദൈവവചനം നീ വായിക്കുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിനകത്ത് വിശ്വാസത്തെ വളർത്തുന്നതായി തീരണം. റിമെമ്പർ ദാറ്റ് ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം
നമ്മുടെ എത്ര ഇരുട്ട് മൂടിയ ജീവിതത്തിലാണെങ്കിലും ലൈറ്റ് കൊണ്ടുവരും. കഷ്ടതയുടെ സമയങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള, പ്രൊട്ടക്ഷനെക്കുറിച്ചുള്ളൊരു ഉറപ്പ് വചനം നമുക്ക് തരും. ഓരോ ദിവസവും വായിക്കുന്ന വേദഭാഗങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് കുഞ്ഞെ നീ പ്രാർത്ഥിക്കണം. നിൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം ഉത്തരം തരും. പ്രൈസ് ഗോഡ്. കാരണം വലിയ യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് ശത്രു ചുറ്റി വളയുന്ന സന്ദർഭങ്ങളുണ്ട്. ആ ചുറ്റി വളയുന്ന സന്ദർഭത്തിൽ തന്നെ ശത്രുവിനെ ജയിപ്പാൻ നമുക്ക് കഴിയണം. ശത്രു എന്ന് പറയുന്നത് കുഞ്ഞു കാര്യമല്ല. ദേ ആർ ഫിയേഴ്സ്. ഒത്തിരി ടെറിബിൾ ത്രെറ്റ്സ് നിനക്ക് വന്നു എന്നിരിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ശത്രുവിന് ആരെയും ഭയമില്ല. ശത്രു 24 hours ആക്റ്റീവാണ്. നമ്മൾ സങ്കീർത്തനം 27 നോക്കാമെങ്കിൽ എങ്ങനെ ധൈര്യത്തോടെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ഇരിപ്പാനിടയായി എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനവനെ സഹായിച്ചത് ദൈവവചനത്തിലുള്ള പ്രത്യാശയാണ്. പ്രൈസ് ഗോഡ്. ശത്രുക്കളുണ്ട്, വൈരികളുണ്ട്, കള്ളസാക്ഷികളുണ്ട് എന്നൊക്കെ നല്ലവണ്ണം അറിയാമെന്ന സങ്കീർത്തനക്കാരൻ പറയുക, അടുത്ത ദിവസത്തിൽ നിൻ്റെ കൂടാരത്തിൽ ദൈവമേ നീ എന്നെ ഒളിപ്പിക്കണമേ എന്ന്. ഒളിപ്പിക്കുന്ന ദൈവമുണ്ട് ദൈവമൈതലേ. പ്രൈസ് ഗോഡ്. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു ആൻഡ് ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് യു. ദൈവം നിന്നോട് സംസാരിക്കും, നിന്നെ ബലപ്പെടുത്തും. എത്ര നല്ല ബ്യൂട്ടിഫുൾ ലെസൻസ് നമുക്ക് സങ്കീർത്തനങ്ങളിൽ നിന്നൊക്കെ പഠിച്ചെടുക്കാമെന്നറിയാമോ? സത്യമായിട്ടുള്ളത് മെഡിറ്റേറ്റ് ചെയ്യുവാൻ നിനക്ക് കഴിയണം. ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നിന്നെ ഇപ്പോൾ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനെ നീ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നീ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഫോക്കസ് ചെയ്യണം. ദൈവം നിനക്ക് തന്ന വാഗ്ദത്തത്തെ നീ ഫോക്കസ് ചെയ്യണം. ദൈവം ഒരിക്കലും നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. അവൻ നിന്നെ ഫോസേക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നിൻ്റെ ആശ്രയം അവനിലിടാൻ നിനക്ക് പറ്റുമോ? ഹീ വിൽ കീപ്പ് യു സേഫ്. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിപ്പാനെ കൊണ്ടും കഴിയും. നമ്മൾ 91 സങ്കീർത്തനം നോക്കുമ്പോൾ പലവിധമായിട്ടുള്ള ഭയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷേ അവിടെ സങ്കീർത്തനക്കാരനൊരു ഉറപ്പുണ്ട്. തന്നെ മറച്ച് സൂക്ഷിക്കുന്ന ഒരു വലിയ ദൈവത്തെയാണ് താൻ സ്നേഹിക്കുന്നത്, സേവിക്കുന്നത് എന്ന്. രാത്രിയിലെ ഭയമുണ്ട്, പകൽ പറക്കുന്ന അസ്ത്രമുണ്ട്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട്, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട്. ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദ ലോർഡ് വിൽ കീപ്പ് യു സെക്യൂർ. പ്രൈസ് ഗോഡ്. അങ്ങനെ നീ ബലം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളുണ്ടല്ലോ, അതൊക്കെ തിരുവചനത്തിലെ ജുവൽസാണ്. പ്രൈസ് ഗോഡ്. 91 സങ്കീർത്തനം വളരെ നല്ലൊരു സങ്കീർത്തനമാണ്. അത് ഫേമസ് ആയിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. അനേകർക്ക് ആ സങ്കീർത്തനം തന്നെ കാണാതെ അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ ചില വാക്യങ്ങൾ കാണാതെ അറിയാം. അതിനകത്ത് ശക്തിയേറിയ വിസ്താരമേറിയ വിവരണം നമുക്ക് കാണാം. പ്രൈസ് ഗോഡ്. എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുവാൻ കിടക്കുന്നു ദൈവവേദലേ. അതുകൊണ്ട് മനസ്സിലാക്കണം, സങ്കീർത്തനങ്ങളൊക്കെ പാട്ടുകളാണ്, സോങ്സാണ്, പോയംസാണ്. അതൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിഞ്ഞു പോകാൻ ഇടവരത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ സങ്കീർത്തനത്തിൽ പല കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണുന്നത്. അപ്പം ജൂവിഷ് പോയട്രിയിലൊക്കെ ഈ റെപ്പറ്റീഷൻ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വായിക്കുന്ന വ്യക്തികൾക്ക് ഒന്നുകൂടെ ബെറ്ററായിട്ട് അത് ഓർക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ചില തിരുവചന ഭാഗങ്ങൾ റിപ്പീറ്റഡായിട്ട് നാം കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മളെ റിപ്പീറ്റഡായിട്ട് ഓർപ്പിക്കുക. ദൈവത്തിൻ്റെ കരുണ കണ്ടിന്യൂലി നാം ഓർക്കണം. ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സും ശക്തിയും വളരെ കണ്ടിന്യൂസ് ആയിട്ട് നാം ഓർക്കണം. അത് നമ്മെ ആശ്വസിപ്പിക്കുന്നതായിട്ട് തീരുവാൻ ഇടയാകും. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ദൈവത്തിൽ ശരണപ്പെടുവാൻ തക്കവണ്ണം നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അനേക ഭാഗത്ത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ ഞങ്ങൾ വിശ്വസിപ്പാനും ആ വിശ്വസിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ നീതിയായി തീരുവാനും ഗുണമായി തീരുവാനും ഞങ്ങൾ ധൈര്യശാലികളായി തീരുവാനും എല്ലാം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.